തമിഴ് സിനിമാ ലോകത്തു നിന്നും അണ്ണാത്തെ എന്ന ചിത്രത്തിന് ശേഷം ഒരു നീണ്ട ഇടവേളയെടുത്ത് രജനികാന്ത് എത്തുന്നത് ഒരു ആക്ഷൻ പാക്കഡ് ചിത്രമായ ജയിലറുമായാണ്. ആക്ഷന് ഒപ്പം തന്നെ ഹ്യൂമറിനും ഇമോഷനും പ്രാധാന്യം നൽകുന്ന ചിത്രം എന്നുകൂടി പറയാം. ഏറെ വിമർശനങ്ങൾ നേരിട്ട് ബീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം നെൽസൺ എന്ന സംവിധായകന്റെ കഠിനാധ്വാനം കൂടി ജയിലർ സ്ക്രീനിൽ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. ശരിക്കും തിയേറ്ററിൽ ചെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രമാണ് ജയിലർ. പോലീസുകാരനായ മകൻ, ഭാര്യ, മരുമകൾ, മകന്റെ 6 വയസ്സുകാരൻ മകൻ എന്നിവർക്കൊപ്പം റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്ന മുത്തുവേൽ പാണ്ഡ്യൻ എന്ന പഴയ പോലീസ് ഓഫീസറായി രജനി എത്തുന്നു. സാധാരണ രജനീകാന്ത് ചിത്രങ്ങളിൽ കണ്ടുവരുന്ന ഇൻട്രോ സോങ്ങോ ഗംഭീര എൻട്രിയോ ഇല്ലാതെ സാധാരണയായി രജനീകാന്തിനെ കാണിക്കുന്നു എന്നത് തന്നെയാണ് പ്രേക്ഷകന് ജയിലർ എന്ന ചിത്രം നൽകുന്ന പുതുമ. ഒരു കുപ്രസിദ്ധ കേസ് അന്വേഷിച്ചു വരികയായിരുന്ന മകന്റെ തിരോധാനത്തോടെ അതിന്റെ പിന്നാലെ കാരണം അന്വേഷിച്ച് മുത്തുവേൽ പാണ്ഡ്യൻ ഇറങ്ങുന്നതോടെയാണ് ചിത്രത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. രജനീകാന്തിന്റെ എൻട്രി സാധാരണ രീതിയിലായിരുന്നുവെങ്കിലും ശരിക്കും മാസ് വരവ് പിന്നീടാണ്. ഒരു കമ്പക്കെട്ടിന് തീ കൊളുത്തിയതുപോലെ സാധാരണ രജനി സിനിമകളിൽ കാണാൻ സാധിക്കുന്ന മാസ് തന്നെ പിന്നീട് തിയേറ്ററിനെ ഇളക്കി മറിക്കുന്ന പല സീക്വൻസുകളും സ്ക്രീനിലെത്തുന്നു. രജനി ആരാധകർക്ക് ആർമാന്തിക്കാൻ നെൽസൺ എന്ന സംവിധായകൻ ജയിലറിലും വേണ്ട ചേരുവകൾ ചേർത്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാവുന്ന ഒന്ന് ഇന്റർവെൽ ബ്രേക്കാണ്. നെൽസൺ എന്ന സംവിധായകൻ പലപ്പോഴും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഡൈനിങ് ടേബിൾ രംഗമാണിത്. രജനികാന്ത് ഇതിൽ കാര്യമായ ആക്ഷൻ രംഗങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ തിയേറ്റർ ഇളക്കി മറിക്കുന്ന സാഗ് തന്നെ പ്രേക്ഷകന് നൽകുന്നുണ്ട്. പല രംഗങ്ങളിലും രജനികാന്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷത്തിലെത്തുന്ന വിനായകൻ സ്കോർ ചെയ്യുന്നു എന്നതാണ് പ്രേക്ഷകന് കിട്ടുന്ന മറ്റൊരു അനുഭവം. വർമ്മ എന്ന മലയാളിയായ വില്ലനായി വിനായകൻ ചിത്രത്തിൽ നിറഞ്ഞാടുകയാണെന്ന് തന്നെ പറയാം. തമിഴ് സിനിമാ കരിയറിലെ വിനായകന്റെ എണ്ണം പറഞ്ഞ റോളായി ജയിലറിലെ പ്രതിനായകൻ വർമ്മ നിറഞ്ഞു നിൽക്കും. ക്യാമിയോ റോളുകളുടെ ഒരു നിര തന്നെ അണിനിരത്തിയാണ് നെൽസൺ ജയിലർ എന്ന ചിത്രത്തെ മുന്നോട്ട് നീക്കുന്നത്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനടക്കം ശിവരാജ് കുമാർ, ജാക്കി ഷെറോഫ്, തെലുങ്ക് താരം സുനിൽ, തമന്ന എന്നിവർ എല്ലാം സ്ക്രീനിൽ മാസും കോമഡിയും ഒക്കെ നിറച്ച് ചിത്രത്തിന്റെ കഥാഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. അനിരുദ്ധിന്റെ സംഗീതമാണ് ചിത്രത്തിന്റെ ആത്മാവ് എന്ന് പറയാം. ഇമോഷണൽ രംഗങ്ങളിൽ പോലും ഹുക്ക് ചെയ്യുന്ന രീതിയിലാണ് അനിരുദ്ധ് ജയിലറിലെ സംഗീതം നൽകിയിരിക്കുന്നത്. എന്തായാലും ബീസ്റ്റ് എന്ന ചിത്രം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാൻ നെൽസൺ എന്ന സംവിധായകന് ജയിലറിലൂടെ സാധിക്കുമെന്ന് തന്നെ കരുതാം. അതിനെ ശരിവെക്കും വിധമാണ് തമിഴ് സിനിമാ ലോകത്തെ തലൈവർ രജനിയുടെ സ്വാഗും മികച്ചു നിൽക്കുന്ന വില്ലൻ വേഷവും അതിനോടൊപ്പം മലയാളി പ്രേക്ഷകരുടെ ലാലേട്ടന്റെ ക്ലൈമാക്സ് രംഗങ്ങളുമെല്ലാം തിയേറ്ററിൽ ആഘോഷമാക്കുക തന്നെ ചെയ്യും. കൂടുതൽ സിനിമ റിവ്യൂകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.